ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സത്യത്തിൽ ബി.ജെ.പിയുടെ ഒരു വേട്ട മൃഗമാണ് എന്ന് തന്നെ പറയാം. കാരണം രാഹുലിന് നേരെയുള്ള ബി.ജെ.പിയുടെ കടന്നാക്രമണം തന്നെ. ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി വിയറ്റ്നാം സന്ദർശനത്തിന് പോയെന്ന റിപ്പോർട്ടുകൾക്കിടെ വിമർശനവുമായി ബി.ജെ.പി രംഗത്ത് വന്നിരിക്കുന്നു. രാജ്യത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ദുഃഖാചരണം നടക്കുന്നതിനിടെ രാഹുൽ പുതുവർഷം ആഘോഷിക്കാൻ വിയറ്റ്നാമിലേക്ക് പറന്നുവെന്നും ഇത് മൻമോഹൻ സിംഗിനെ അവമതിപ്പിക്കുന്നതിന് തുല്യമാണെന്നുമാണ് ബി.ജെ.പി നേതാക്കൾ പ്രതികരിച്ചത്. എന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്നും രാഹുലിന്റേത് വ്യക്തിപരമായ യാത്രയാണെന്നും കോൺഗ്രസ് പ്രതികരിച്ചു. നേരത്തെ മൻമോഹൻ സിംഗിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നിരുന്നു. സിഖുകാർക്കെതിരെ കോൺഗ്രസ് വലിയ കലാപത്തിന് നേതൃത്വം നൽകിയിരുന്നുവെന്നും മൻമോഹൻ സിംഗിന്റെ മരണത്തെ അനാവശ്യമായി രാഹുൽ ഗാന്ധി രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും ബി.ജെ.പി നേതാവ് അമിത് മാളവ്യ എക്സിൽ കുറിക്കുകയുണ്ടായി. 1984 സിഖ് കലാപത്തെ അധികരിച്ചുകൊണ്ടായിരുന്നു അമിത് മാളവിയയുടെ ഈ പോസ്റ്റ്. ഇതിനു മറുപടിയായി സംഘികൾ എന്നാണ് ടേക്ക് ഡൈവേഷൻ പൊളിറ്റിക്സ് അവസാനിപ്പിക്കുക എന്ന കോൺഗ്രസ് നേതാവ് മാണിക്യം ടാഗോർ എക്സിൽ മറുപടിയായി കുറിച്ചു. അതേസമയം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ചിതാഭസ്മ നിമഞ്ജനത്തിൽ പങ്കെടുക്കാത്തത് സംബന്ധിച്ച ബി.ജെ.പി ആരോപണത്തിൽ വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തു വന്നു. സംസ്കാര ചടങ്ങിൽ കുടുംബത്തിന് സ്വകാര്യത ലഭിക്കാത്തതിനാലും ചിത ഒരുക്കിയ സ്ഥലത്തിനരികിലേക്ക് ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തതിനാലും ചിതാഭസ്മ നിമഞ്ജനത്തിൽ കുടുംബത്തിന് സ്വകാര്യത നൽകാനായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനമെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് പവൻ ഖേര പ്രതികരിച്ചു. ചിതാഭസ്മ നിമഞ്ജന കുടുംബാംഗങ്ങൾക്ക് വൈകാരിക നിമിഷമായതിനാൽ അവരുടെ സ്വകാര്യതയ്ക്ക് ബഹുമാനം നൽകുകയായിരുന്നു. ചടങ്ങുകൾക്ക് ശേഷം മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മൻമോഹൻ സിംഗിന്റെ കുടുംബത്തെ അവരുടെ വസതിയിലെത്തി കണ്ടിരുന്നുവെന്ന് പവൻ ഖേര വ്യക്തമാക്കി. അന്തിമോപചാരങ്ങൾ നിഗംബോധ്ഘട്ടിലെ പൊതുശ്മശാനത്തിൽ നടത്തി. ബി.ജെ.പി അദ്ദേഹത്തോട് അനാദരവ് കാട്ടി. നിഗംബോധ്ഘട്ടിൽ ഒരു പ്രധാനമന്ത്രിയുടെയും അന്തിമോപചാരം നടത്തിയിട്ടില്ല. സർക്കാരിന്റെ ഈ മനോഭാവം സിഖ് സമൂഹത്തിനെതിരെയാണോ, കോൺഗ്രസിനെതിരെയാണോ, അതോ മൻമോഹൻ സിംഗിനെതിരെയാണോ എന്നും പവൻ ഖേര ചോദിച്ചു. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് വലിയ വിവാദമാണ് ഉയർന്നത്. ബി.ജെ.പിയുടെ കെടുകാര്യസ്ഥതയും അനാദരവുമാണ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് യമുന തീരത്ത് ഉചിതമായ സ്ഥലത്ത് സ്മാരകം നിഷേധിച്ചതിനു പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു. എന്നാൽ സംസ്കാര ചടങ്ങുകളിൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടെന്നും ഇതിനായി മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നും വാദിച്ച ബി.ജെ.പി ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു. അതേസമയം മൻമോഹൻ സിംഗിന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം തെലങ്കാന നിയമസഭ പാസാക്കിയതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് ആദരവ് നൽകണമെന്ന ആവശ്യം കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയാണ്. തെലങ്കാന സർക്കാരിന്റെ പ്രമേയത്തെ പിന്തുണയ്ക്കുന്നതായി രാജ്യസഭയിലെ കോൺഗ്രസ് ഉപനേതാവ് പ്രമോദ് തിവാരി ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചു. പ്രമേയം അംഗീകരിക്കാൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നതായും തിവാരി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മൻമോഹൻ സിംഗിന് ഭാരതരത്ന നൽകണമെന്ന പ്രമേയം തെലങ്കാന നിയമസഭ പാസാക്കിയത്. പ്രമേയത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബി.ആർ.എസും അനുകൂലിച്ചിരുന്നു. അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ നിയമസഭാ മന്ദിരത്തിൽ മൻമോഹൻ സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലും ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു. എന്നാൽ തെലങ്കാന നിയമസഭാ പ്രമേയത്തെ ബി.ജെ.പി എതിർത്തു. തെലുങ്കു മണ്ണിന്റെ മകനായ മുൻ പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ പ്രതിമയാണ് സർക്കാർ ആദ്യം സ്ഥാപിക്കേണ്ടതെന്ന് ബി.ജെ.പി എം.എൽ.എ ആളേരു മഹേശ്വർ റെഡ്ഡി ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല സിഖ് വോട്ടുകളിൽ കണ്ണുവെച്ചാണ് കോൺഗ്രസ് മൻമോഹൻ സിംഗിനോടുള്ള പ്രതിബദ്ധത പ്രകടിപ്പിക്കുന്നതെന്നും ബി.ജെ.പി ആരോപിക്കുകയുണ്ടായി.